തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പാർട്ടികളിലെല്ലാം തന്നെ ഉൾപ്പോര് തുടങ്ങിയിട്ടുണ്ടല്ലോ സാർ, സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ CPI എന്ന് പറയുന്ന ഒരു കൊച്ചു പാർട്ടി, താരതമ്യേന കൊച്ചു പാർട്ടി, അതിൻ്റെ ഉള്ളിലും അടിയുണ്ട്. അപ്പോൾ ഫണ്ട് റേസർമാരെ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളൊരു അപവാദമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതെങ്ങനെ പ്രതിഫലിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ CPIയെയും CPMൻ്റെയും മൊത്തത്തിൽ LDFനെ എങ്ങനെ ബാധിക്കും? LDFിലും UDFിലും സ്ഥാനാർത്ഥി നിർണയം എല്ലാ കാലത്തും ഒരു കിറാമുട്ടിയാണ്. അത് പൊതുവേ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ സ്ഥാനാർത്ഥികളാകാൻ അഭിലഷിക്കുന്ന ഒരുപാട് പേരുണ്ടാകുകയും ഒരുപാട് നേതാക്കൾ വളർന്നു വരികയും എല്ലാവർക്കും അവസരം കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കീറുകിറന്തൽ സംഭവിക്കുന്നത്. അത് ഇടതുമുന്നണിയിൽ താരതമ്യേന കുറവായാലും കൂടുതലായാലും അത് പുറത്തു വരുന്നത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ UDFിൽ എല്ലാ കാലത്തും സീറ്റിന് വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ വലിയ യുദ്ധങ്ങളും കസേരയേറും അടിയൊക്കെ നടക്കാറുണ്ട്. അത് ഇപ്പോഴുമുണ്ട്. പക്ഷേ അവസാന നിമിഷം അവരതെല്ലാം ഒത്തുതീർപ്പാക്കുകയും പരസ്പരം മല്ലടിച്ചവർ പിന്നീട് ഏകോദര സഹോദരങ്ങളെപ്പോലെ നിന്ന് ജയിച്ചു വരികയോ തോറ്റു പോവുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥിതിയും കണ്ടിട്ടുണ്ട്. കാലുവാരി തോൽപ്പിച്ചു എന്ന ആരോപണം ഇലക്ഷന് ശേഷം പിന്നീട് ഉയരാറുമുണ്ട്. പക്ഷേ ഇടതുമുന്നണി 10 വർഷം ദീർഘമായ തുടർ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടോ എന്തോ ഈ UDFന് ഉള്ള ദൗർബല്യങ്ങളെല്ലാം ഇപ്പോൾ അവരെയും ബാധിച്ചിരിക്കുന്നു. കാരണം ഒട്ടും രഹസ്യങ്ങളില്ല അവർക്ക്. അവരുടെ ഇരുമ്പ് പറയൊക്കെ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു. അതാണ് CPI ഇന്നലെ പ്രഖ്യാപിച്ച, ഏറെക്കുറെ അവർ തീരുമാനിച്ച് പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ എല്ലാ മന്ത്രിമാർക്കും സിറ്റിംഗ് MLAമാർക്കും വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തുന്നിരിക്കെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ CC മുകുന്ദൻ MLAക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ല. അവിടെ ഗീതാ ഗോപി എന്ന മുൻ MLA, നേരത്തെ മത്സരിച്ച് MLA ആയിട്ടുള്ള ഗീതാ ഗോപിയുടെ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഈ സിറ്റിംഗ് MLA ആയ മുകുന്ദൻ ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, പാർട്ടിക്ക് ഫണ്ട് റേസ് ചെയ്യുന്നവർക്ക് മാത്രമേ സ്ഥാനാർത്ഥികളാകാൻ പറ്റുന്നുള്ളൂ. ഒരുപക്ഷേ എന്നെ മത്സരിപ്പിക്കാതെ ഗീതയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ ആ പരിഗണന ഉണ്ടാകാം. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നാട്ടിക ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു പേയ്മെൻറ്റ് സീറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇതിനു മുൻപ് CC മുകുന്ദൻ 2 ടൈം ആകുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ആരായിരുന്നു, ഗീതാ ഗോപി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി വരുന്നതിൽ ഇത്രയും ഒരു നീരസം പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്? കാരണം ഇവരെല്ലാം തന്നെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അത് മുതിർന്ന നേതാക്കളാണല്ലോ ഒരു രാഷ്ട്രീയ മര്യാദയൊക്കെ മുമ്പിലേട്ട് വെച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക പ്രശ്നങ്ങൾ വെച്ച് നോക്കിയാൽ ഈ അധികാര രാഷ്ട്രീയത്തോട് നിർമ്മമത്വം പുലർത്തുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത സമീപനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും പാർലമെൻ്ററി വ്യാമോഹം ഉണ്ട്. അത് ഇടതുമുന്നണിയിലുള്ളവർക്കും ഉണ്ട്, വലതുമുന്നണിയിലുള്ളവർക്കും ഉണ്ട്. അതിൽ ഇവർ അതിനെ മൂടി വയ്ക്കാൻ, പൗഡറിട്ട് മൂടി വയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയുമില്ല. അതിൽ അച്ചടക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരത് തുറന്നു പറയുന്നു. ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ബാധിച്ചിരിക്കുന്ന ദൗർബല്യങ്ങളുടെ എല്ലാ ദോഷവശങ്ങളും CPIയെയും ബാധിച്ചിരിക്കുന്നു. പിന്നെ ഈ പേയ്മെൻറ്റ് സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ CPI അത്തരം അപവാദങ്ങൾക്ക് മുമ്പ് ഇരയായിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിൽ അന്ന് മത്സരിച്ച ഒരു പാർട്ടി സ്ഥാനാർത്ഥി, പാർട്ടി പിന്തുണയോടെ മത്സരിച്ച ഒരാൾ പേയ്മെൻറ്റ് സീറ്റായിരുന്നു എന്ന് അന്ന് പാർട്ടി ആ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ പേയ്മെൻറ്റ് സീറ്റായിരുന്നു എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉടലെടുത്തിരുന്നു. അപ്പോൾ അത് CPI അതിന് അന്വേഷണം നടത്തുകയും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ മാറ്റുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നാട്ടികയിൽ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ പകരം വന്നിരിക്കുന്ന പേര് ഒരു പേയ്മെൻറ്റ് സീറ്റുകാരിയുടേതാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് പാർട്ടിക്ക് ഒരു ആവശ്യം കൂടിയല്ലേ? ഫണ്ടില്ലാതെ പ്രവർത്തിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ.
അത് ശരിക്കും പക്ഷേ ഒരു സ്ഥാനാർത്ഥിയാക്കാനൊരു കാരണമല്ല. മാനദണ്ഡമാകുന്നത് അയാൾക്ക് എത്രത്തോളം ഫണ്ട്, ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ ഫണ്ട് വരുന്ന മാർഗങ്ങളൊക്കെ ശുദ്ധമാണോ? ഇത്രയധികം ഫണ്ട് കളക്ട് ചെയ്യുന്ന എന്തിനാണ്? ഈ ഫണ്ട് എന്തൊക്കെ വാഗ്ദാനം നൽകിയിട്ടായിരിക്കും ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ പണച്ചക്കുകളിൽ നിന്നോ ആയിരിക്കുമല്ലോ ഫണ്ട് സംഭരിക്കുന്നത്. പണം കൊടുക്കുന്നവന് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളിന് കൂടുതൽ ഫണ്ട് കൊടുക്കും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ, കാരണം അയാളെ കൊണ്ട് പിന്നീട് മുതലെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനൊക്കെ വിധേയമാകുന്ന ആളുകൾ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സാമാന്യ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതിപൂർവമായ ഭരണം അവരിൽ നിന്ന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. അവരാരെയായിരിക്കും പ്രതിനിധീകരിക്കുന്നത്? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഈ തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ചർച്ചാ വിഷയമാകുന്നത്. ഇപ്പോൾ CC മുകുന്ദൻ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭയങ്കരമായൊരു രോഗത്തെക്കുറിച്ചാണ്. ഇത് പൊതു ചർച്ചയിൽ വരണം. അതുകൊണ്ട് പ്രജിത് ചോദിച്ച വളരെ അർത്ഥവത്തായൊരു കാര്യമാണ്. സർ, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ? ഇടപെടുമായിരിക്കും. ബിനോയ് വിശ്വത്തിൻ്റെ ശ്രദ്ധയിൽ ഇതിപ്പോൾ പെട്ടിരിക്കും. പിന്നെ പാർട്ടിയിൽ പറയേണ്ട കാര്യം പുറത്ത് പറയാമോ എന്നൊക്കെയുള്ള ചോദ്യം ഇനി വരുമായിരിക്കും. മുകുന്ദനോടുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ സമീപനം ഇനി എന്തായിരിക്കും? ഈ ശബ്ദം ഉയർത്തുന്നത് കൊണ്ട് ഗീതയെ പിൻവലിച്ചിട്ട് മുകുന്ദനെ ഒരിക്കൽ കൂടെ മത്സരിപ്പിക്കുമോ? അതോ ഇതിന് ഇപ്പോൾ മുകുന്ദന് പാർട്ടി സെക്രട്ടറി മറുപടി കൊടുക്കണമല്ലോ? പുറത്താക്കാൻ സാധ്യതയുണ്ടോ സർ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങളുമായിട്ട് വരുമ്പോൾ? അതൊക്കെ വരുമ്പോൾ നാട്ടികയിലെ വിന്നിങ് ചാൻസിനെ അവർ പ്രതീക്ഷിക്കുന്ന വിജയം അവിടെ ലഭിക്കണമെന്നില്ല. ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായിത്തീരും. അതുപോലുള്ള അത് ഇപ്പോൾ മുതലെടുക്കാൻ നാളെ മുകുന്ദൻ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അവിടെ മത്സരിച്ചാലോ, ഒരു റബൽ സ്ഥാനാർത്ഥിയായാലോ? അതെ, അതിനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പോൾ CPM-ലായാലും CPI-ലായാലും ഇത്തരം വിമത ശബ്ദങ്ങളെ ഇപ്പോൾ എല്ലാ പാർട്ടികളും നേരിടുന്നുണ്ട്. അത് ആലപ്പുഴയിലെ സുധാകരൻ്റെ പ്രശ്നം, അമ്പലപ്പുഴ സീറ്റിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. രാവിലെ തന്നെ വാർത്തയുണ്ടായിരുന്നു CC മുകുന്ദന്റെ പിന്നാലെ പാർട്ടികൾ ചെല്ലുന്നുണ്ട് എന്നുള്ളത്. കാരണം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആയതുകൊണ്ട് BJP-യോ കോൺഗ്രസോ ഓപ്പണായിട്ട് പിന്തുണയ്ക്കും. അപ്പോൾ അതൊരു പാർട്ടി ഇടതുമുന്നണിയുടെ എതിർ പാർട്ടിയിലുള്ളവരുടെയും കൂടെ പിന്തുണ ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയ്ക്ക് അത് ആക്കം കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതൊരു കടുത്ത മത്സരവും ശ്രദ്ധേയമായ മത്സരവും ഒക്കെ ആയി. LDF-ന് ഒരു തലവേദനയാകുമോ നാട്ടിക? LDF-ന് നാട്ടികയും തലവേദനയാകും, പല സീറ്റുകളും തലവേദനയാകും. ഇതുപോലെ വിമതന്മാർ ഏതെല്ലാം സീറ്റുകളിൽ ഇതുപോലെ വരാം. അതുപോലെ UDF-നും ഉണ്ട് പ്രതിപക്ഷ നേതാവിനടക്കം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കാൻ പോകുന്ന സീറ്റിലും അദ്ദേഹത്തിനും കോൺഗ്രസിൽ നിന്ന് തന്നെ ഉള്ള കാലുമാറ്റം ഒരു ഭീഷണിയായി തീരാം.